ജീവിതചര്യയിൽ വരുന്ന മാറ്റങ്ങൾ ഡയബറ്റിസ് പോലെയുള്ള ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾക്ക് കാരണമാകുന്നു. വൃക്ക സംബന്ധമായ രോഗങ്ങൾ കേരളത്തിൽ ദിനം പ്രതി കൂടി വരികയാണ്. There comes the importance of dialysis. ഡയാലിസിസ് എന്ന പ്രൊസീജിയറിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാനായി we have with us Dr. Jojo Pullokara, Senior Consultant, Dr. Manju Kamal, Senior Consultant, and Dr. Ramesh Riyakil, Associate Consultant from the Department of Nephrology, Apollo Adex Hospital, Angamali. Welcome, doctors. ആദ്യം തന്നെ എന്താണ് ഡയാലിസിസ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. സർ, വാട്ട് ഈസ് ഡയാലിസിസ്? ഡയാലിസിസ് ഇപ്പോൾ നമ്മുടെ ഒരു കോമൺ പ്രൊസീജിയറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലോകനിലവാരമായിട്ട് കുറേ പേര് ഡയാലിസിസ് ഡെയിലി ചെയ്യുന്നുണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാർ ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പറഞ്ഞ ഒരു വൃക്കയുടെ ഒരു മെയിൻ ഫങ്ഷൻ നമ്മുടെ രക്തശുദ്ധീകരണം എന്നാണ്. വൃക്കയ്ക്ക് കുറേ ഫങ്ഷൻസിൽ അതിലൊരു മെയിൻ ഫങ്ഷൻ രക്തശുദ്ധീകരണമാണ്. ഇപ്പം പല രോഗങ്ങൾ, അത് പെട്ടെന്നുണ്ടായ രോഗമായിരിക്കാം, അല്ലെങ്കിൽ കുറേ എന്താ പറയുക ഒരു ക്രോണിക് രോഗങ്ങളും ആവാം, ഡയബറ്റീസും ഹൈപ്പർ ടെൻഷൻ. അതുകൊണ്ട് വൃക്ക തകരാറുകളിൽ അതിൻ്റെ ഫങ്ഷൻ വളരെ മോശമായി വന്നിട്ട് അതിൻ്റെ വളരെ കുറവ് വരുന്ന ഒരു സ്റ്റേജിലാണ് നമ്മൾ ഡയാലിസിസ് തുടങ്ങുന്നത്. ഇപ്പോൾ ഡയാലിസിസ് എന്ന് പറയുമ്പോൾ ഒരു വൃക്കയ്ക്ക് വേണ്ടിയിട്ട് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണെന്ന് കരുതിയാൽ മതി. അത് പല അസുഖങ്ങളിലും നമുക്കത് ആവശ്യം വരുന്നുണ്ട്. അത് നമ്മുടെ വൃക്ക തകരാറായി ഫെയിലിയറിലോട്ട് പോകുമ്പോൾ ഈ ഡയാലിസിസ് ചെയ്തിട്ട് നമ്മൾ വൃക്ക ബെറ്റർ ആവുമ്പോൾ ഡയാലിസിസ് മിക്ക ഇതിലും നമുക്ക് മാറ്റാൻ പറ്റും. ചില കാരണങ്ങളനുസരിച്ച് അത് പെർമനൻ്റ് ആയിട്ട് ചിലപ്പോൾ വൃക്കയ്ക്ക് ചിലപ്പോൾ തകരാറാവാം. അത് അങ്ങനെ വരുമ്പോഴാണ് ചിലപ്പോൾ ഡയാലിസിസ് എന്ന് പറഞ്ഞ ഈ പ്രൊസീജിയർ ചിലപ്പോൾ മുന്നോട്ട് ഫുൾ അങ്ങനെ കൊണ്ടുവരേണ്ടി വരുന്നത്. ഈ ഡയാലിസിസ് എന്ന് പറഞ്ഞ പ്രൊസീജിയർ ബേസിക്കലി ഒരു എടുത്തു കൊടുത്താൽ അതിലൊരു മെഷീൻ ഉണ്ട്, ഒരു ഡയാലിസിസ് ഫ്ലൂയിഡ് ഉണ്ട്, ഒരു ഫിൽറ്റർ ഉണ്ട്. ആ ഫിൽറ്ററിലാണ് ഈ ഡയാലിസിസ് നടക്കുന്നത്. അത് മോണിറ്റർ ചെയ്യുന്നതും അത് റെഗുലേറ്റ് ചെയ്യുന്നതും ഈ മെഷീനാണ്. അത് ആ ബ്ലഡ് ഈ ഡയാലിസിസ് ഫ്ലൂയിഡായിട്ട് ക്ലോസ് കോൺടാക്ട് വരുന്നുണ്ട്. അപ്പോൾ അവിടെ ആ ഫിൽറ്ററിൽ ആ ഒരു മെംബ്രെയിൻ ഉണ്ട്, അവിടെയാണ് ഈ ഡയാലിസിസ് പ്രൊസീജിയർ നടക്കുന്നത്. അത് പലതരം ഡയാലിസിസ് ഉണ്ട്, അതിൽ കൂടുതൽ പറയാൻ. ഓക്കെ, സാർ പറഞ്ഞു പലതരം ഡയാലിസിസ് പ്രൊസീജിയേഴ്സ് ഉണ്ടെന്ന്. എത്ര ടൈപ്സ് ഓഫ് പ്രൊസീജിയേഴ്സ് ആണ് ഉള്ളത് ആൻഡ് അവ തമ്മിലുള്ള ഡിഫറൻസസ് ഒന്ന് ബ്രീഫ് ചെയ്യാമോ? ഇപ്പോൾ ഡയാലിസിൻ്റെ ഒരു OU കിട്ടിയല്ലോ, അതൊരു ബ്ലഡ് പ്യൂരിഫിക്കേഷൻ പ്രോസസ്സാണ്. കിഡ്നി ഫെയിലിയർ വരുന്ന പേഷ്യൻസിന് നമ്മൾ ചെയ്തു കൊടുക്കുന്നു. ഇൻ ജനറൽ ബ്രോഡ്ലി നമുക്ക് ഡയാലിസിനെ ഹീമോ ഡയാലിസിസ്, പെരിറ്റോണിയൽ ഡയാലിസിസുമായിട്ട് ഡിവൈഡ് ചെയ്യാം. ഹീമോ ഡയാലിസിസ് ആണ് നമുക്കെല്ലാം സുപരിചിതമായിട്ട് നമ്മൾ മെഷീൻ വെച്ചിട്ട് നമ്മൾ ഹോസ്പിറ്റൽ സെറ്റിങ്ങിൽ ചെയ്യുന്ന ഡയാലിസിസ് ആണ്. അത് നേരത്തെ സാർ പറഞ്ഞ പോലെ ഒരു ഫിൽറ്റർ ഉണ്ട്, അതിലൂടെ നമ്മുടെ ബ്ലഡ് കടത്തി വിടുന്നു, ഡയാലിസേറ്റ് ഫ്ലൂയിഡ് പോകുന്നു. അപ്പോൾ ആവശ്യമില്ലാത്ത സാധനങ്ങളെ പുറന്തള്ളുന്നു, എന്നിട്ട് ആ പ്യൂരിഫൈഡ് ബ്ലഡ് നമ്മുടെ ബോഡിയിലേക്ക് തിരിച്ചു പോകും. ഇതാണ് നട്ട്ഷെല്ലിൽ നമ്മൾ ചെയ്യുന്നത്. അതേമാതിരി തന്നെ പെരിറ്റോണൽ ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സ് സെയിം ആണ്, പക്ഷേ അവിടെ നമുക്കൊരു മെഷീൻ്റെ ആവശ്യമില്ല. പേഷ്യൻ്റ് വീട്ടിൽ തന്നെ ഇത് ചെയ്യാം. അവിടെ നമ്മുടെ ബോഡിയിലെ തന്നെ പെരിറ്റോണൽ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ വയറിനകത്തുള്ള ഒരു തിൻ മെംബ്രെയിൻ ഉണ്ട്, അതാണ് ഈ ഫിൽറ്ററിൻ്റെ ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വയറിനകത്തേക്ക് ഒരു ഫ്ലൂയിഡ് ഫില്ല് ചെയ്യുന്നു, അത് ഒരു നിശ്ചിത ഇൻ്റർവെല്ലിൽ അത് നമ്മൾ ഒഴിവാക്കി കളയുന്നു. അത് മൾട്ടിപ്പിൾ ടൈംസ് ഒരു ദിവസം ചെയ്യാം. പിന്നെ ഹീമോ ഡയാലിസിസ് തന്നെ പല തരത്തിലുണ്ട്. അതായത് നമ്മുടെ സാധാരണഗതിയിൽ ഡയാലിസിസ് യൂണിറ്റ്സിൽ പേഷ്യൻസ് ആഴ്ചയിൽ 3 എണ്ണം ചെയ്തു പോകുന്നിടത്ത് ഒരു 4 hours ചെയ്യുന്ന റുട്ടീൻ മെയിൻ്റനൻസ് ഹീമോ ഡയാലിസിസ് എന്ന് പറയും. എന്നാൽ കുറച്ചുകൂടെ സിക്കായിട്ട് ICUലൊക്കെ കിടക്കുന്ന പേഷ്യൻസിന് ചിലപ്പോൾ നമുക്കിത് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അവരുടെ BP ഒക്കെ വളരെ അൺസ്റ്റേബിൾ ആയിരിക്കാം. അപ്പോൾ അവർക്കൊരു ഹീമോ ഡയാലിസിസിന് അതിനുള്ള ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല, ഹീമോഡൈനമിക് സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ നമ്മൾ സ്ലോ ആയിട്ട് എന്നാൽ ദീർഘനേരം ചെയ്യുന്ന ഡയാലിസിസ് ഉണ്ട്, സ്ലെഡ് എന്നൊക്കെ പറയും. അതിനുപോലെ CRRT എന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടി അഡ്വാൻസ് ഫോംസ് ഉണ്ട്, അത് കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെൻറ്റ് തെറാപ്പീസാണ്. അവിടെ നമ്മൾ ഡയാലിസിസ് പ്ലസ് ഹീമോ ഡയാഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അൺസ്റ്റേബിൾ പേഷ്യൻസിന് അത് വളരെ ഉപയോഗകരമാണ്. അതായത് അവരുടെ BP ഫ്ലക്ച്വേഷൻസ് കുറവായിരിക്കാം, അവർക്ക് ബാക്കിയുള്ള അവരുടെ മരുന്നുകൾ കൊടുക്കാൻ എളുപ്പമായിരിക്കും, അവരുടെ മൊത്തത്തിലുള്ള ആ ഒരു എന്താ പറയുക സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ അത് നന്നായിരിക്കും. അപ്പോൾ ഇതാണ് ഒരു ഓവർവ്യൂ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡയാലിസിസ്. ഓക്കെ, എപ്പോഴാണ് ഡയാലിസിസ് എന്ന പ്രൊസീജിയർ നമ്മളൊരു പേഷ്യൻറ്റിന് പ്രിസ്ക്രൈബ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഡയാലിസിസ് പ്രൊസീജിയർ നമ്മൾ എപ്പോഴാണ് ഇനീഷ്യേറ്റ് ചെയ്യേണ്ടത് ഒരു പേഷ്യൻറ്റ്? നമ്മൾ യൂഷ്വലി എസ്പെഷ്യലി സ്ഥായിയായ വൃക്കസ്തംഭനം അഥവാ ക്രോണിക് കിഡ്നി ഡിസീസ് പല സ്റ്റേജുകളുണ്ട്. അതിൽ കിഡ്നിയുടെ പ്രവർത്തനം ഒരു 15% താഴെ വരുന്ന സ്റ്റേജ്, അതായത് സ്റ്റേജ് 5 അഥവാ എൻ സ്റ്റേജ് റീനൽ ഡിസീസ് എന്ന് പറയും. ആ ഒരു സ്റ്റേജിലാണ് യൂഷ്വലി നമ്മൾ ഡയാലിസിസ് ഇനിഷ്യേറ്റ് ചെയ്യേണ്ടി വരിക. പക്ഷേ ഇവിടെ നമുക്ക് ഏജ് മാത്രമല്ല ക്രൈറ്റീരിയ, നമ്മൾ വേറെ പേഷ്യൻസിൻ്റെ സൈൻസ്, സിംറ്റംസ് ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഡയാലിസിസ് ഇനിഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ചില പേഷ്യൻസിന് ഇപ്പം കിഡ്നിയുടെ ഫംഗ്ഷൻ 15% താഴെയാണെങ്കിൽ പോലും അവരൊട്ടും സിംറ്റമാറ്റിക് ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ചില പേഷ്യൻസ് നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്.
പിന്നെ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി, അതായത് പെട്ടെന്നുണ്ടാകുന്ന വൃക്കസ്തംഭനത്തിന് നമുക്ക് ഇതുപോലെ നമുക്കൊരു എമർജൻസി ആയിട്ട് ഒരു പേഷ്യൻ്റ് വരുന്നു, റീനൽ ഷട്ട് ഡൗൺ ആണ്, നല്ല ശരീരത്തിൽ ഈ വേസ്റ്റും ഫ്ലൂയിഡൊക്കെ അക്യുമുലേറ്റ് ചെയ്ത് ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അതൊരു അക്യൂട്ട് ഡയാലിസിസ് ആണ്. ഡയാലിസിസ് പ്രൊസീജിയർ അണ്ടർഗോ ചെയ്യാൻ പോകുന്ന ഒരു പേഷ്യൻ്റ് എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് ചെയ്യേണ്ടത്? ജനറലി ഇപ്പോൾ ഒരു സ്ഥിരം വേണ്ടി വരാനുള്ളൊരു പേഷ്യൻസ് ആണെങ്കിൽ അവർ കൗൺസിൽ ചെയ്യണം, അവർക്കൊരു ആക്സെപ്റ്റൻസ് വേണം. സ്ഥിരം ഡയാലിസിസ് ലൈഫ് ലോങ് വേണ്ടി വരണം, അങ്ങനത്തെ ഒരു പേഷ്യൻസ്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഒരു ആക്സസ്, അവർക്ക് ഡയാലിസിസിന് വേണ്ടി ഒരു ബ്ലഡ് ഫ്ലോ അത്യാവശ്യമായിട്ട് വേണം. അത് രണ്ട് തരത്തിൽ, ഒന്നെങ്കിൽ കത്തീറ്റർ അല്ലെങ്കിൽ ട്യൂബ് ഒരു ഇത് വേണം, അല്ലെങ്കിൽ ഫിസ്റ്റുല എന്ന് പറഞ്ഞ കയ്യിലൊരു സർജറി ചെയ്തിട്ട് നമ്മൾ വെയിൻ ഒന്ന് വലുതാക്കും, അതിൽ നിന്ന് വയ്ക്കാം. ഈ ഫിസ്റ്റുല എന്നുള്ളത് നേരത്തെ വേണമെങ്കിൽ ചെയ്ത് വയ്ക്കാം. അപ്പോൾ അത് വളരെ പേഷ്യൻറ്റ് നല്ലതായിരിക്കും, ഇൻഫെക്ഷൻ റേറ്റ് കുറവാണ്, എല്ലാ വിധത്തിലും പേഷ്യൻ്റ് കംഫർട്ടും ബെറ്ററാണ്. അപ്പോൾ അത് വേണമെങ്കിൽ നേരത്തെ ചെയ്ത് വയ്ക്കാം. അത് സ്ഥിരമായിട്ടുള്ള പേഷ്യൻറ്റ് വേണ്ടി വന്നാൽ അതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്തിട്ട് അത് ചെയ്തിട്ട് പിന്നെ നമുക്ക് ആവശ്യം വരുമ്പോൾ അത് യൂസ് ചെയ്ത് തുടങ്ങാം. അല്ലാത്ത പേഷ്യൻസ് നമുക്ക് ട്യൂബ് ഇട്ടിട്ട് തന്നെ ചെയ്യേണ്ടി വരും. അതിനുള്ള കൗൺസിലിംഗ് ചെയ്യാം. പേഷ്യൻസിന് നമ്മളൊരു സ്ഥിരം വേണ്ടി വരുന്ന പേഷ്യൻസിന് പ്രിഫറബിളി നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് ചെയ്ത് തുടങ്ങുന്നതാണ് നല്ലത്. ഒരു ഇനീഷ്യൽ ഫ്യൂ ഡയാലിസിസ്, ഒരു 2, 3, 4 ഡയാലിസിസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിൻ്റെ കൂടെ അവർക്ക് വേറെ മെഡിക്കൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതൊന്നും നെഗ്ലക്റ്റ് ചെയ്യരുത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ആ കാര്യങ്ങളും അതൊക്കെ നല്ലോണം വളരെ കൺട്രോൾ ചെയ്തിട്ട് വേറെ ഏത് ഡോക്ടർമാരെ കാണിക്കുന്നതൊക്കെ ചെയ്ത് വയ്ക്കാം. ഇതാണ് പെട്ടെന്നുണ്ടായ അസുഖം. ഇതൊക്കെ മിക്കവാറും എമർജൻസി ബേസിസിലാണ് ഡയാലിസിസ് വേണ്ടി വരുന്നത്. പെട്ടെന്നുണ്ടായ അസുഖം അത് മിക്കവാറും ICUലായിരിക്കും തുടങ്ങുന്നത്. അത് നമ്മുടെ പേഷ്യൻറ്റിൻ്റെ മെഡിക്കൽ കണ്ടീഷൻ പോലെ ഇരിക്കുന്നത് പോലെ. ഓക്കെ, പൊതുവേ ഉള്ളൊരു മിസ്കൺസെപ്ഷനാണ് അല്ലെങ്കിൽ ഒരു പേടിയാണ് ഡയാലിസിസ് ഒരു ഡെത്ത് സെൻറ്റൻസ് ആണെന്നുള്ളത്. വൺ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിർത്താൻ പറ്റില്ല, ലൈഫ് ലോങ് അത് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളത്. അതിലെ സത്യാവസ്ഥ എന്താണ്? ഡയാലിസിസ് ഡെത്ത് സെൻറ്റൻസ് അല്ല. പലപ്പോഴും അത് പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫ് പ്രൊലോങ് ചെയ്യാൻ കിട്ടുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. അത് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യം അത് കണ്ടിന്യൂ ചെയ്യേണ്ടി വരുമോ എന്നുള്ളതാണ്. അപ്പോൾ ഡയാലിസിനെ പറ്റി രോഗികൾക്ക് പലതരം ആശങ്കകളുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ കിഡ്നി ഡിസീസസ് 2 ടൈപ്പാണ്. ഇപ്പോൾ ക്രോണിക് കിഡ്നി ഡിസീസ്, അതായത് പ്രോഗ്രസ് ചെയ്തിട്ട് ഈ എൻ സ്റ്റേജിലെത്തി, GFR 15 താഴെ എത്തി, അങ്ങനെയുള്ള പേഷ്യൻസ് സിംറ്റമാറ്റിക് ആകുമ്പോൾ നമ്മൾ ഡയാലിസിസ് തുടങ്ങും. ആ ഡയാലിസിസ് അധികവും അത് ലൈഫ് ലോങ് ഇഫ് പേഷ്യൻസ് നോട്ട് ഗോയിങ് ഫോർ എ കിഡ്നി ട്രാൻസ്പ്ലാന്റ്. കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് പോകുന്നില്ലെങ്കിൽ അത് മുന്നോട്ട് ചെയ്തു പോകേണ്ടി വരും. എന്നാൽ നേരത്തെ പറഞ്ഞ അക്യൂട്ട് സെറ്റിംഗ്, ഇപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് പേഷ്യൻ്റ് അഡ്മിറ്റ് ആകുന്നു, ആ അവസ്ഥ മോശമാകുമ്പോൾ കിഡ്നിയുടെ ഫങ്ഷനും മോശമാകുന്നു. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിന് അവരുടെ ബേസിക് അസുഖം അത് റിക്കവർ ചെയ്യുന്നതനുസരിച്ച് കിഡ്നി റിക്കവർ ആകും. അപ്പോൾ ആ സമയത്തേക്കുള്ളൊരു സപ്പോർട്ടായിട്ടാണ് നമ്മൾ ഡയാലിസിസ് കൊടുക്കുന്നത്. അത് ഡെഫിനറ്റ്ലി അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ലൈഫ് സെൻറ്റൻസ് ആണ്, അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുവരാൻ ഹെൽപ്ഫുള്ളാണ്. ഇനിയും ക്രോണിക് കിഡ്നി ഡിസീസിൽ ഒരിക്കലും ഡയാലിസിസ് നമ്മൾ ഡെത്ത് സെൻറ്റൻസ് ആയിട്ട് എടുക്കരുത്. ബിക്കോസ് അതിന് മുമ്പ് അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഈ യൂറിയൻ ക്രിയാറ്റിനൊക്കെ കൂടി നിൽക്കുമ്പോൾ അവർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെ മോശമാണ്. അവർക്ക് നീരുണ്ടാവും, ഒരു 2 അടി നടക്കുമ്പോൾ ശ്വാസം മുട്ടുണ്ടാവും, അവരുടെ BP വളരെ അൺകൺട്രോൾഡ് ആയിരിക്കാം, ഷുഗേഴ്സ് താഴെ ആയിരിക്കും, അടിക്കടി ഇൻഫെക്ഷൻസ് വരും. അപ്പോൾ അതിനെ നമ്മൾ ഇൻ ജനറൽ പറഞ്ഞ യൂറീമിക് സിംറ്റംസ് എന്ന് പറയും. അതായത് യൂറിയൻ ക്രിയാറ്റിനൊക്കെ കൂടി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന സിംറ്റംസ്. അവർക്ക് നേരാവണ്ണം ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, എപ്പോഴും വോമിറ്റിംഗ് ആയിരിക്കുക, അല്ലെങ്കിൽ ഭക്ഷണത്തിനോട് താല്പര്യക്കുറവ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് ഡയാലിസിസ് ചെയ്യുമ്പോൾ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഡയാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫും സിംറ്റംസും മച്ച് ബെറ്റർ ആവും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആക്ച്വലി ഒരു ലൈഫ് വീണ്ടും കിട്ടുന്ന പോലെയാണ്. അവരുടെ റുട്ടീൻ ആക്ടിവിറ്റീസ് റീസ്റ്റാർട്ട് ചെയ്യാം. ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ അതിന് തടസ്സമില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. അപ്പോൾ അത് മുന്നോട്ട് ചെയ്ത് പോകേണ്ടി വരും എന്നുള്ളത് ശരിയാണ്, ഇഫ് യു ആർ നോട്ട് ഗോയിങ് ഫോർ എ ട്രാൻസ്പ്ലാന്റ്. പക്ഷേ അതൊരു ഡെത്ത് സെൻറ്റൻസ് ആയിട്ട് ഒരിക്കലും നമുക്ക് അതിനെ അങ്ങനെ വിളിക്കാനേ പാടില്ല. ബിക്കോസ് അതൊരു ലൈഫ് സേവിങ് പ്രൊസീജിയറാണ്. നേരത്തെ ഡോക്ടർ ഏജിൻ്റെ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് സ്പെസിഫിക് ആയിട്ട് ചോദിക്കുകയാണ്, എന്തെങ്കിലും രീതിയിലുള്ള ഏജ് റെസ്ട്രിക്ഷൻസ് ഈ ഒരു പ്രൊസീജിയറിൽ അണ്ടർഗോ ചെയ്യാനായിട്ട് വരുന്നുണ്ടോ? ഇല്ല, ആക്ച്വലി എനിക്ക് ബിഗ് നോ ആണ് പറയാനുള്ളത്. കാരണം നമ്മൾ ഒത്തിരി പേഷ്യൻസ് ഇപ്പം നമ്മൾ കാണുന്നത് തന്നെ എല്ലാവരും തന്നെ 65+ ആണ് മെജോറിറ്റി.
ഓഫ് ദ പോപ്പുലേഷൻ. അപ്പോൾ നമുക്ക് അവരൊക്കെ ആക്ച്വലി ഡയാലിസിസിന് മുമ്പ് എത്ര സിക്കായിരുന്നു അതിനെക്കാട്ടിലും മച്ച് ബെറ്റർ ആണ് ഡയാലിസിസ് തുടങ്ങിയ ശേഷം നമ്മൾ കണ്ടുവരുന്നത്. അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫൊക്കെ മച്ച് ബെറ്റർ ആണ്. പിന്നെ ഇപ്പോൾ പല ഡയാലിസിസ് സെൻറ്റേഴ്സിലും നെഫ്രോളജിസ്റ്റിൻ്റെ മേൽനോട്ടം ഉണ്ട്. നമുക്ക് നല്ല ഡയാലിസിസ് സ്റ്റാഫ്, ടെക്നീഷ്യൻസ്, അഡ്വാൻസ് ടെക്നോളജീസ് ഒക്കെ വന്നുകൊണ്ട് ഡയാലിസിസിൻ്റെ മെത്തേഡ്സ് എല്ലാം നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഇൻഫെക്ഷൻ റേറ്റ്സ് ഒക്കെ ഭയങ്കര കുറവാണ്. അങ്ങനെ സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. ക്വാളിറ്റി ഓഫ് ലൈഫ് ഇസ് മച്ച് ബെറ്റർ. അങ്ങനെ അവരുടെ ലോങ്ങിവിറ്റിയും ഈ ഡയാലിസിസ് ത്രൂ ഇമ്പ്രൂവ് ചെയ്യുകയാണ്. നമ്മൾ ചെറിയ കുട്ടികൾക്ക് പോലും നമ്മൾ ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഏത് മൊഡാലിറ്റി ഓഫ് ഡയാലിസിസ് ആണ് എന്നതിൽ മാത്രമേ ഉള്ളൂ ചോദ്യമുള്ളൂ. അത് ഹീമോഡയാലിസിസ് ആണോ പെട്രോണിയം ഡയാലിസിസ് ആണോ എന്നാണ് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഏജ് ശരിക്കും ഒരു ഫാക്ടർ അല്ല. പിന്നെ നമ്മൾ ഏജ് മാത്രമല്ല ഡയാലിസിസ് ഡിസൈഡ് ചെയ്യേണ്ടത്. നമുക്ക് മൾട്ടിപ്പിൾ പേഷ്യൻസിനുള്ള കോമോബിഡിറ്റീസ് എല്ലാം അതിനെ അക്കൗണ്ട് ചെയ്യും. പേഷ്യൻ്റ് അണ്ടർലൈൻ കാർഡിയാക് ഇഷ്യൂ ഉണ്ട്, അല്ലെങ്കിൽ ലിവർ സംബന്ധമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതാണ് ആക്ച്വലി ഡയാലിസിസ് വേണോ വേണ്ടയോ അവരുടെ ഓവറോൾ ജനറൽ ഹെൽത്താണ് നമ്മൾ ശരിക്കും ഡിറ്റർമിൻ ചെയ്യുന്നത്. അല്ലാതെ ഏജ് ഒരു ഫാക്ടർ അല്ല, പാരാമീറ്റർ അല്ല. സർ, ഏതൊക്കെ പേഷ്യൻസിലാണ് നമുക്ക് ഡയാലിസിസ് ചെയ്യാൻ പറ്റുക? ഫോർ എക്സാമ്പിൾ, വളരെ സിക്കായിട്ടുള്ളൊരു പേഷ്യൻ്റ് വരികയാണെങ്കിൽ നമുക്ക് അവരിൽ ഡയാലിസിസ് പെർഫോം ചെയ്യാൻ പറ്റുമോ? ഇപ്പോഴത്തെ പുതിയ ന്യൂ ടെക്നോളജീസ് വെച്ചിട്ട് അങ്ങനെ എല്ലാ പേഷ്യൻസിനും എത്ര സിക്കായാലും നമുക്കത് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ കാണാം. നമുക്കിപ്പം വളരെ സിക്കായിട്ട് പേഷ്യൻസ് വരുന്ന കിഡ്നി ഫെയിലിയർ, പെട്ടെന്നുണ്ടായ കിഡ്നി ഫെയിലിയർ, അതിൻ്റെ കൂടെ മറ്റേ ഓർഗൻ ഫെയിലിയറും മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലിയർ എന്ന് പറയും. അത് മോസ്റ്റ് കോമൺ കോസ് ഇപ്പോൾ ഇൻഫെക്ഷൻ, സെപ്സിസ്, അങ്ങനത്തെ പേഷ്യൻസ്, അല്ലെങ്കിൽ കാർഡിയക് ഫെയിലിയർ, ഹാർട്ട് ഫെയിലിയറും കിഡ്നി ഫെയിലിയറും ഒരുമിച്ച് ഇങ്ങനത്തെ പേഷ്യൻസിനൊക്കെ പുതിയ മൊഡാലിറ്റീസ് ഓഫ് ഡയാലിസിസ് ഉണ്ട്. അപ്പോൾ അവർക്കൊന്നും നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് അവരുടെ കിഡ്നി ഫെയിലിയർ വരുന്ന ഡിസ്റ്റർബൻസസും കറക്റ്റ് ചെയ്യാനുള്ള മോഡ്സ് ഉണ്ട് നമുക്ക്. അത് പുതിയത് സ്ലോ ഡയാലിസിസ്, ഈ സ്ലെഡ് എന്ന് പറഞ്ഞ ഡയാലിസിസ് എടുക്കാം. അത് സാധാരണ മെഷീൻ വെച്ചിട്ട് നമ്മൾ പ്രൊളോങ്ഡ് ഡയാലിസിസ് എന്ന് പറയും. പ്രൊളോങ് ചെയ്തിട്ട് അത് ചിലപ്പോൾ 6, 10, 8, 12 hours, 16 hours വരെ പോകുന്ന ഡയാലിസിസ് ഉണ്ട്. അതൊക്കെ വളരെ എഫക്റ്റീവ് ഫോം ഓഫ് ഡയാലിസിസ് ആണ്. അപ്പോൾ അതൊക്കെ ചെയ്ത പേഷ്യൻ്റ് വളരെ സ്റ്റേബിളാവും. അതിൻ്റെ കൂടെ ബാക്കി ട്രീറ്റ്മെൻറ്റ്സ് അതിൻ്റെ കൂടെ ചെയ്യാം. അപ്പോൾ പേഷ്യൻറ്റിനെ സ്റ്റേബിൾ ആക്കുക, ബാക്കി ട്രീറ്റ്മെൻറ്റ്സ് ചെയ്ത് ബാക്കി ഓർഗൻ ഫെയിലിയറും കറക്റ്റ് ചെയ്യുമ്പോൾ പേഷ്യൻറ്റ് ബെറ്റർ ആവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇതിനേക്കാളും അൺസ്റ്റേബിൾ പേഷ്യൻസ് വളരെ BP താന്ന് മൾട്ടിപ്പിൾ ഇൻട്രാവീനസ് മെഡിസിൻസ് വെച്ചിട്ടാണ് അവർ ഓൺ വെന്റിലേറ്റർ, ഈ മെഡിസിൻസ് വെച്ചിട്ടാണ് അവർ BP സ്റ്റേബിൾ ആക്കാൻ പറ്റുക. അതിന് ഉള്ള വേറെ മൊഡാലിറ്റി, പുതിയ മെഷീൻസ് CRRT എന്ന് പറയും. അതിന് വളരെ ഡിഫറെൻറ്റ് മൊഡാലിറ്റീസ് ഉണ്ട്. ആ CRRT വെച്ചിട്ട് പേഷ്യൻറ്റ് വളരെ അൺസ്റ്റേബിൾ പേഷ്യൻസിന് പോലും നമുക്ക് ഡയാലിസിസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു ഇപ്പോഴത്തെ ഒരു മോഡേൺ ഒരു ICU സെറ്റിങ്ങിലും ഇങ്ങനത്തെ പുതിയ ടെക്നോളജി വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സാറ് മെൻഷൻ ചെയ്തു സ്ലോ ഡയാലിസിസ്, പ്രൊലോങ്ഡ് ഡയാലിസിസ്. ഒരു ഡയാലിസിസ് പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം എടുക്കും, അല്ലെങ്കിൽ എത്ര ദൈർഘ്യമുള്ള ഒരു പ്രൊസീജിയറാണ് ഡയാലിസിസ് പ്രോസസ്സ്? ഇപ്പോൾ റുട്ടീൻ മെയിൻ്റനൻസ് ഹീമോഡയാലിസിസ് നേരത്തെ പറഞ്ഞു. റുട്ടീൻലി പേഷ്യൻസ് ഡയാലിസിസ് യൂണിറ്റിൽ വന്ന് ചെയ്തു പോകുന്നു. അതൊരു OP പ്രൊസീജിയറാണ്. അവർക്ക് വേറെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല, ഡയാലിസിസിന് വേണ്ടി മാത്രം വന്നു പോകുന്നു. അത് 4 മണിക്കൂറാണ് ഒരു ഡയാലിസിസിൻ്റെ ദൈർഘ്യം. ആഴ്ചയിൽ 3 തവണയാണ് നമ്മളത് റെക്കമെൻഡ് ചെയ്യുന്നത്. 3 തവണ സാധാരണ ഇത് 1.5 ദിവസങ്ങളിലായിട്ട് ചെയ്തു കൊടുക്കും. ഇനിയും നേരത്തെ പറഞ്ഞതുപോലെ അൺസ്റ്റേബിൾ പേഷ്യൻസ്, ICU പേഷ്യൻസ് അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഈ 4 hours ഡയാലിസിസ് ആയിരിക്കില്ല ചെയ്യുക. പ്രൊളോങ്ഡായിട്ട് ചെയ്യുന്ന സ്ലെഡ് എന്ന് നേരത്തെ പറഞ്ഞു, സസ്റ്റെയിൻഡ് ലോ എഫിഷ്യൻസി ഡയാലിസിസ് പറയും. അത് കുറച്ച് കൂടുതൽ സമയം എടുത്തിട്ടാണ് 8 to 10 hours വരെയൊക്കെ പോകാം. അത് പേഷ്യൻ്റെ കണ്ടീഷന് സ്റ്റെബിലിറ്റി നോക്കിയിട്ടാണ്. പിന്നെ CRRT പോലുള്ള പ്രൊസീജിയേഴ്സ് കണ്ടിന്യൂസ് റണ്ണിങ് ആണ്. നമ്മുടെ വൃക്ക പ്രവർത്തിക്കുന്ന പോലെ തന്നെ 24-48 hours അങ്ങനെയായിരിക്കും. അത് പേഷ്യൻ്റെ റിക്കവറി അനുസരിച്ചിട്ട് അത് ചെയ്യും. പക്ഷേ ഫോർ നോർമൽ ഹീമോഡയാലിസിസ്, മെയിൻ്റനൻസ് ഹീമോഡയാലിസിസ് 4 മണിക്കൂർ എന്നുള്ളതാണ് എൻ്റെ ഉത്തരം. ഇപ്പോൾ 4 മണിക്കൂർ ദൈർഘ്യമുള്ളൊരു പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ പേഷ്യൻസിനുള്ളിൽ ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഡയാലിസിസ് പെയിൻഫുൾ ആയിട്ടുള്ളൊരു പ്രോസസ്സാണോ എന്നുള്ളത്. അങ്ങനെയാണോ ശരിക്കും? അല്ല, നമുക്കും കുറേ പേഷ്യൻസ് ഇങ്ങനെ ചോദിക്കാറുണ്ട് ഇവിടെ ഡയാലിസിസ് ഇനീഷ്യേറ്റ് ചെയ്യുമ്പോൾ. ഫിയർ ഫാക്ടർ ഒരു കോമൺ ആയിട്ട് കാണുന്നതാണ്. നമുക്ക് ബേസിക്കലി അവരെ കൗൺസിൽ ചെയ്ത് നമ്മൾ ചില സമയത്ത് നമ്മൾ പേഷ്യൻസിനെ കൊണ്ടുപോയി കാണിക്കാറുണ്ട്. ഇപ്പം മറ്റ് പേഷ്യൻസ് അണ്ടർഗോ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ഡെഫിനറ്റ്ലി നോട്ട് പെയിൻഫുൾ. നമുക്ക് എന്ത് വേണമെങ്കിലും ആ ടൈം ഡ്യൂറിങ് ബുക്ക് വായിക്കാം, മ്യൂസിക് കേൾക്കാം, മൂവീസ് കാണാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഇറ്റ്സ് അബ്സല്യൂട്ട്ലി നോൺ പെയിൻഫുൾ പ്രൊസീജിയർ. സർ, എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ആണ് ഈ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്? പ്രൊസീജിയറായിട്ട് ബന്ധപ്പെട്ടുന്ന കോംപ്ലിക്കേഷൻസ് ഒക്കെ പണ്ട് വെച്ച് നോക്കുമ്പോൾ വളരെ കുറഞ്ഞു വരാണ്. നമ്മൾ മെയിൻ്റനൻസ് ഡയാലിസിസ് പേഷ്യൻറ്റ്, ഈ പറഞ്ഞ പോലെ ഈ പേഷ്യൻസ് സ്ഥിരമായിട്ട് വരുന്നു പോകുന്ന പേഷ്യൻസ്
OP ബേസിസിൽ വരുന്നത്. അപ്പോൾ അതിലൊക്കെ വളരെ കോംപ്ലിക്കേഷൻസ് കാണുന്നതല്ല, വളരെ കുറവ്. റെയറായിട്ട് അവർക്ക് ചിലപ്പോൾ ഒരു ബ്ലഡ് പ്രഷർ ഫോളോ അങ്ങനെ വരാം, അല്ലെങ്കിൽ ഷുഗർ പെട്ടെന്ന് താഴ്ന്നു പോകാം, അങ്ങനെ 1-2 കോംപ്ലിക്കേഷൻസ് ആണ്. അതൊക്കെ വളരെ ഈസിലി കറക്റ്റബിൾ ആണ്. അതിനുള്ള പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുത്താൽ അതിൻ്റെയൊക്കെ ഇൻസിഡൻസ് ഒക്കെ വളരെ കുറവാണ് ഇപ്പോൾ ആക്ച്വലി. ന്യൂ മെഷീൻസ്, പിന്നെ നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് അഡ്വാൻസ്ഡ് റീസെൻറ്റ് ഇയേഴ്സിൽ വന്നത് വാട്ടർ ട്രീറ്റ്മെൻറ്റ്, വാട്ടർ ക്വാളിറ്റി ഓഫ് വാട്ടർ. നമുക്കിപ്പോൾ വേൾഡ് സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടാണ് വാട്ടർ ക്വാളിറ്റി ഇപ്പോൾ ഡയാലിസിസിൽ യൂസ് ചെയ്യുന്നത്. അത് കർശനമായ സ്റ്റാൻഡേർഡ്സാണ്. ആ സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഒരു വിട്ടുവീഴ്ചയും ഇല്ല. അതൊക്കെ വന്നപ്പോൾ നമുക്ക് ഭയങ്കര കോംപ്ലിക്കേഷൻ റേറ്റ് വളരെ കുറവാണ്. പിന്നെ റയറായിട്ട് ചിലപ്പോൾ ബ്ലീഡിങ് വരാം. നമ്മൾ ഡയാലിസിസ് സമയത്ത് നമ്മൾ കുറച്ച് ഈ രക്തം കട്ട പിടിക്കാണ്ടിരിക്കാനുള്ള മരുന്ന് കൊടുക്കുന്നത്, അത് ചിലപ്പോൾ അതിൻ്റെ ഡോസിൻ്റെ ഡിഫറൻസസ് ഒക്കെ കാരണം റയറായിട്ട് ചിലപ്പോൾ ബ്ലീഡിങ്, അത് യൂഷ്വലി ബ്ലീഡിംഗ് ഒന്നും അത്ര സിവിയർ അല്ല. അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ ബ്ലഡ് പ്രഷറിൽ ഫ്ലക്ച്വേഷൻ, ഇതൊക്കെയാണ്. പക്ഷേ ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള കുറേ പുതിയ മെഷേഴ്സ് ഉണ്ട്. അപ്പോൾ ജനറലി കോംപ്ലിക്കേഷൻസ് കുറവാണ്. പിന്നെ വരുന്ന കോംപ്ലിക്കേഷൻസ് കൂടുതലും ICU പേഷ്യൻസിലാണ് കാണുന്നത്. അത് കൂടുതൽ കോംപ്ലിക്കേഷൻസ് അവർ അസോസിയേറ്റഡ് അസുഖങ്ങൾ കാരണമാണ് കൂടുതൽ കോംപ്ലിക്കേഷൻസ് വരുന്നത്. അതിൽ സെയിം കോംപ്ലിക്കേഷൻസ് അവിടെയും ചിലപ്പോൾ കാണാറുണ്ട്. പക്ഷേ അതൊക്കെ ICUലൊക്കെ വളരെ മോണിറ്റേർഡ് ആയ കാരണം അതിനുള്ള പ്രിവെൻറ്റീവ് മെഷേഴ്സ് നമുക്ക് ഉടനെ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അതാണ് നമ്മുടെ ഡയാലിസിസ്. ജനറലി പേടിക്കേണ്ട ഒരു പ്രൊസീജിയറാണ്. ലക്ഷക്കണക്കിന് ഡയാലിസിസ് ഡെയിലി വേൾഡ് ഓവർ. അതിൻ്റെ റേറ്റ് ഓഫ് കോംപ്ലിക്കേഷൻസ് നോക്കുമ്പോൾ വളരെ നെഗ്ലിജിബിൾ കോംപ്ലിക്കേഷൻസ് ആണ്. ഡയാലിസിസ് അണ്ടർഗോ ചെയ്യുന്ന പേഷ്യൻസിനുള്ള കുറച്ച് ഡൗട്ട്സ് ആണ്. അവർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഡെയിലി ചോസ് ചെയ്യാൻ പറ്റുമോ, എക്സസൈസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അതിനോട് എന്താണ് മാമിന് പറയാനുള്ളത്? ഡയാലിസിസ് ചെയ്ത് സ്റ്റേബിളായിട്ടിരിക്കുന്ന ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷെ കുറച്ച് അതിന് മുന്നോടി കുറച്ച് ശ്രദ്ധിക്കണം എന്നുള്ളതേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ചെറിയ ട്രാവലുകൾ ലോക്കലായിട്ട് പോകുന്നു, വിസിറ്റ് ചെയ്യുന്നു, ഒന്നും ഒരു തടസ്സമില്ല. ലോങ് ട്രാവൽസിന് പോകുമ്പോൾ അവരൊന്ന് പ്രിപ്പയർഡ് ആയിരിക്കണം. ഐഡിയലി ആ ട്രാവലിന് മുമ്പ് തലേദിവസം ഒരു ഡയാലിസിസ് എടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി അവിടെ പോയിട്ട് എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാൻ മറ്റോ അവർക്ക് പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ അവിടെ ഒരു ഡയാലിസിസ് യൂണിറ്റ് കണ്ടുവച്ചിട്ട് അവിടെ നമ്മളുടെ ഡയാലിസിസ് ഡ്യൂറിങ് ദ ടൈം ഓഫ് സ്റ്റേ അവിടെ കണ്ടിന്യൂ ചെയ്യാമെന്ന് ഉറപ്പാക്കണം. ഒരു ഡയാലിസിസ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല ട്രാവൽ ചെയ്യുമ്പോൾ. അതല്ലാതെ ട്രാവലിന് ആസച്ച് ഇഫ് പേഷ്യൻ്റ് ഈസ് സ്റ്റേബിൾ പ്രത്യേകിച്ച് കോൺട്രാ ഇൻഡിക്കേഷൻ ഒന്നുമില്ല. പിന്നെ ഡെയിലി അവരുടെ വീട്ടിലെ കാര്യങ്ങളോ അല്ലാതെ അവർ ഈവൻ ജോലിക്ക് പോകുന്നതിനൊന്നും തടസ്സമില്ല. എക്സസൈസ് നല്ലതാണ്. പേഷ്യൻ്റ് ഷുഡ് ബി ഫിസിക്കലി ആക്റ്റീവ്. അപ്പോൾ അല്ലാതെ ഡയാലിസിസ് ചെയ്യുന്നുള്ളത് കൊണ്ട് അവർ വളരെ ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നത് നല്ലതല്ല. അപ്പോൾ ഏറ്റവും നല്ലത് ബ്രിസ്ക് വാക്കിംഗ് ആണ്. അവർക്ക് എത്രമാത്രം എക്സസൈസ് ടോളറൻസ് ഉണ്ടോ അതനുസരിച്ച് അവർക്ക് എക്സസൈസിൻ്റെ ലെവൽസ് കൂട്ടി കൊണ്ടുവരാം. ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനുശേഷം ഒരു ഗ്രേഡഡ് ആയിട്ട് അവർക്ക് പറ്റുന്ന ടോളറേറ്റിംഗ് ലെവലിലേക്ക് ഗ്രേഡഡ് ആയിട്ട് ചെയ്ത് കൂട്ടിക്കൊണ്ടുവരാം. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക. പിന്നെ കാർഡിയോളജി ഒരു ചെക്കപ്പ് ചെയ്തിട്ട് അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ കാർഡിയാക് ഫിറ്റ്നസ് എടുക്കുക. അതാണ് നമുക്ക് മെയിനായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട്. എസ്പെഷ്യലി എൽഡർലി വിത്ത് അല്ലാതെ കോമോബിലിറ്റീസ് ഉള്ള ആൾക്കാർക്ക് അതിൻ്റെയൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകും. അപ്പോൾ തുടക്കത്തിൽ അതൊക്കെ ഒന്ന് മോണിറ്റർ ചെയ്തിട്ട് എല്ലാം ഓക്കെ ആണെങ്കിൽ ദേ ക്യാൻ കണ്ടിന്യൂ വിത്ത് ദ ഡെയിലി ലൈഫ്. ദേ ക്യാൻ ഡു റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റി എല്ലാം ചെയ്യും. ഓക്കെ. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഡയാലിസിസ് ചെയ്ത ഒരു പേഷ്യൻ്റ് അവരുടെ ലൈഫ് സ്റ്റൈലിലും അവരുടെ ഭക്ഷണ രീതിയിലും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊന്ന് പറയാമോ? ലൈഫ് സ്റ്റൈൽ ഇപ്പോൾ മാം പറഞ്ഞു ഓൾറെഡി. അപ്പം നമ്മൾ ബേസിക്കലി ഡയറ്റ് പാർട്ട് വരുമ്പം ഡിപ്പെൻഡ്സ് ഓൺ ദി മോഡാലിറ്റി ഓഫ് ഡയാലിസിസ്. ഞാൻ പറഞ്ഞ പോലെ ഹീമോഡയാലിസിസ് ആണെങ്കിൽ ഹീമോഡയാലിസിസ് വെച്ചാൽ കൺവെൻഷണൽ ഹീമോഡയാലിസിസ് മീൻസ് ത്രൈസ് വീക്കാണ് നമ്മൾ 4 hours വെച്ച് ചെയ്യുന്ന ഡയാലിസിസ്. അപ്പോൾ അതിൽ ഈ ഫ്ലൂയിഡ് റിമൂവലും സോൾട്ടും മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഡയാലിസിസ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി ദിവസങ്ങൾ പേഷ്യൻ്റ് ഡയാലിസിസ് ഇല്ലല്ലോ. അപ്പോൾ ഒരു കിഡ്നി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു അവയവമാണ്. അപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്യാൻ ഈ ഡയാലിസിസ് കൊണ്ട് നമുക്ക് ആഴ്ചയിൽ 3 ദിവസം 4 മണിക്കൂർ വീതം കിട്ടുന്നുള്ളൂ. അപ്പോൾ പേഷ്യൻ്റ് ഡെഫിനറ്റ്ലി ഉപ്പ് നന്നായിട്ട് കുറയ്ക്കണം. കാരണം അത് മെയിൻറ്റെയിൻ ചെയ്യാനൊരു ലിമിറ്റ് ഉണ്ട് ഡയാലിസിസിൻ്റെ ടൈമിൽ. അതുപോലെ തന്നെ ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് ആ ഒരു ടൈമിൽ ഒരുപാട് ഫ്ലൂയിഡ് ബിയോണ്ട് ഒരു സർട്ടൈൻ 3.5 to 4 liters മാക്സിമം ഒരു ഡയാലിസിസ് സെഷന് മേ ബി റിമൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് എക്സസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ സാർ നേരത്തെ പറഞ്ഞ പോലെയുള്ള BP ഫ്ലക്ച്വേഷൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഉള്ളത് നമ്മൾ പൊട്ടാഷ്യം ആൻഡ് ഫോസ്ഫറസ്. അപ്പോൾ പൊട്ടാഷ്യം ഇപ്പോൾ ഫ്രൂട്ട്സ് എല്ലാം കഴിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റത്തില്ല. നമുക്ക് ലോ പൊട്ടാഷ്യം ഡയറ്റാണ് നമ്മൾ യൂഷ്വലി അഡ്വൈസ് ചെയ്യുന്നത്. കാരണം ഈ ഹൈ പൊട്ടാഷ്യം ഡയറ്റൊക്കെ അല്ലെങ്കിൽ നോർമൽ പൊട്ടാഷ്യം ഡയറ്റ് ഇപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഒരു വ്യക്തിക്ക് കഴിക്കാം. പക്ഷേ ഡയാലിസിസ് ചെയ്തൊരു ആൾക്ക് മസ്റ്റായിട്ടും പൊട്ടാഷ്യം റെസ്ട്രിക്ഷൻ, അതായത് ഫ്രൂട്ട്സ് വിച്ച് ആർ ലെസ് ഇൻ പൊട്ടാഷ്യം അത് കഴിക്കേണ്ടി വരും. അതുപോലെ തന്നെ വെജിറ്റബിൾസ് നമ്മൾ ലീച്ച് ചെയ്തിട്ട് വേണം പാചകത്തിന് എടുക്കാനായിട്ട്.
പിന്നുള്ളത് ഫോസ്ഫറസ്. അപ്പം മിൽക്ക് ആൻഡ് ഡയറി പ്രൊഡക്ട്സ് ആണ് ഹൈ ഇൻ ഫോസ്ഫറസ്. അപ്പോൾ അത് നമ്മൾ ലിമിറ്റഡ് ക്വാണ്ടിറ്റീസിൽ വേണം അത് എടുക്കാൻ. പ്രോട്ടീനിൽ നമ്മൾ റെസ്ട്രിക്ഷൻ പറയാറില്ല, കാരണം നമ്മൾ ജനറലി ഡയാലിസിസ് ഉള്ള പേഷ്യൻസ് നമ്മൾ ഹൈ പ്രോട്ടീൻ ഡയറ്റ് എടുക്കുകയാണ് പറയുക. അപ്പോൾ 1.2 to 1.4 വരെ gram per kg per day ആണ് നമ്മൾ യൂഷ്വലി അഡ്വൈസ് ചെയ്യുന്നത്. നമുക്ക് ഒരു പെരിറ്റോണിയൽ ഡയാലിസിസിലുള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ലിബറൽ ഫ്ലൂയിഡ് എടുക്കാൻ പറ്റും. അവർക്ക് റീസൺ ബീങ് അവർ എല്ലാ ദിവസവും പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യേണ്ടതാണ്. ഡയാലിസിസ് നമ്മുടെ ഹീമോ ഡയാലിസിസ് പോലെയല്ല, ഡെയിലി ചെയ്യുന്ന ഒരു ഡയാലിസിസ് ആണ് പെരിറ്റോണിയൽ ഡയാലിസിസ്. പിന്നെ അവർക്ക് എക്സ്ട്രാ ആയിട്ട് വേണ്ടതെന്ന് വെച്ചാൽ പ്രോട്ടീൻ നമുക്ക് കുറച്ചും കൂടെ എക്സ്ട്രാ വേണ്ടി വരും കമ്പയർഡ് ടു എ പേഷ്യൻ്റ് ഓൺ ഹീമോ ഡയാലിസിസ്. നമുക്ക് പെരിറ്റോണിയൽ ഡയാലിസിസിലൂടെ അധികം പ്രോട്ടീൻ ലോസ് സംഭവിക്കാവുന്നതാണ്. ഓക്കെ, ഡയാലിസിസ് എന്ന പ്രൊസീജിയറിനെ കുറിച്ചും വൃക്ക സംബന്ധമായിട്ടുള്ള രോഗങ്ങളെക്കുറിച്ചും ലൈഫ് സ്റ്റൈലിനെ കുറിച്ചും ഒക്കെ A to Z കാര്യങ്ങൾ ഈ കോൺവെർസേഷനിൽ നമ്മൾ സംസാരിച്ചു. ഒരു വിവിഡ് പിക്ചർ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഡോക്ടേഴ്സ് ഫോർ ജോയിനിങ് അസ്. താങ്ക് യു.